അക്ഷരയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ജിയോഗ്രഫിയിലെ മൂന്നാമത്തെ ചാപ്റ്ററാണ്. ദാറ്റ് ഈസ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. നമ്മൾ ആക്ച്വലി ഹ്യൂമൻ റിസോഴ്സ് ആണോ ഹ്യൂമൻ ബീയിങ്സ് ആണോ? ഹ്യൂമൻ റിസോഴ്സ് ആണോ അതോ ഹ്യൂമൻ ബീയിങ്സ് ആണോ? ഹ്യൂമൻ ബീയിങ്സ് ആണോ? ഈ ക്വസ്റ്റ്യൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ തരികയാണ് ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഈ ചാപ്റ്ററിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ആണോ, നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് ആണോ എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഈ ചാപ്റ്റർ എന്ന് പറയുക. അപ്പോൾ ഈ ഹ്യൂമൻ റിസോഴ്സും ഹ്യൂമൻ ബീയിങ്സും തമ്മിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, നമ്മളൊക്കെ, ഞാനും നിങ്ങളുമൊക്കെ ഹ്യൂമൻ റിസോഴ്സ് ആണോ ഹ്യൂമൻ ബീയിങ്സ് ആണോ എന്ന് ചോദിച്ചത്. നമ്മൾ ആരാണ്? തീർച്ചയായിട്ടും ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സ് ആസ് വെൽ ആസ് ഹ്യൂമൻ റിസോഴ്സസ്. എന്തുകൊണ്ട് നമ്മളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുന്നു? എന്തുകൊണ്ട് നമ്മളൊക്കെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കുന്നു? കാരണം നമുക്ക് എഴുതാനറിയാം, വായിക്കാനറിയാം, ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല നോളജുണ്ട്, ചില കാര്യങ്ങളിൽ നമുക്ക് നല്ല നൈപുണ്യമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആരല്ല, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ഉത്തമം ഹ്യൂമൻ റിസോഴ്സാണ് നമ്മളൊക്കെ, അല്ലേ? കുഞ്ഞു ക്ലാസ് മുതലേ നമ്മളെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിച്ച് നമ്മളെ എഡ്യൂക്കേറ്റഡ് ആക്കി നിർത്തിയിരിക്കുകയാണ് നമ്മുടെ പാരൻസും നമ്മുടെ സമൂഹവും, അല്ലെങ്കിൽ നമ്മളിലുള്ള സ്കില്ലുകളും ആർജിച്ചുകൊണ്ട്, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്തല്ല, ഹ്യൂമൻ ബീയിങ്സ് എന്നല്ല പറയേണ്ടത്, നമ്മൾ മനുഷ്യരാണ്. ഓക്കെ, എന്നാൽ അതിനേക്കാൾ ഉപരി നമ്മൾ മാനുഷിക വിഭവങ്ങളായിട്ട് മാറിയിരിക്കുകയാണ്. മാനുഷിക വിഭവം എന്ന് പറയണമെങ്കിൽ, ഒരു രാജ്യത്തിൻ്റെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് നമ്മളെ പറയണമെങ്കിൽ അവർ അറ്റ്ലീസ്റ്റ് എഡ്യൂക്കേഷനെങ്കിലും ഉണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ മാത്രമല്ല ഹ്യൂമൻ റിസോഴ്സിൻ്റെ പാർട്ട് എന്ന് പറയുക. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് ഓൺലി ദ പാർട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. എഡ്യൂക്കേഷൻ ഒരു പാർട്ട് മാത്രമാണ് ഹ്യൂമൻ റിസോഴ്സിൻ്റെ. എന്നാൽ മറ്റു പാർട്ടുകളൊക്കെ ഉണ്ട്. നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിൽ, നമ്മൾ നല്ല ട്രെയിൻഡ് ആണെങ്കിൽ, നമ്മൾ നല്ല എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ നമ്മളെയൊക്കെ എന്തെന്ന് വിളിക്കാം? ഹ്യൂമൻ റിസോഴ്സ് എന്ന് വിളിക്കാം. അതുകൊണ്ടാണ് നമ്മൾ പറയും ഹ്യൂമൻ റിസോഴ്സാണ് നമ്മൾ. കാരണം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തിന് വേണ്ടിയിട്ട്, ബെറ്റർ ഹെൽത്തിന് വേണ്ടിയിട്ട്, നല്ല ആരോഗ്യവാനും ആരോഗ്യവതിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് എന്ത് ചെയ്യാറുണ്ട്? ഒരു സർട്ടൈൻ പെർസെൻറ്റേജ് കുറേറ്റീവ് മെഡിസിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ പ്രിവെൻറ്റീവ് മെഡിസിന് വേണ്ടിയിട്ടും, അല്ലെങ്കിൽ സോഷ്യൽ മെഡിസിന് വേണ്ടിയിട്ടും ഇത്ര രൂപയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇൻവെസ്റ്റ് ചെയ്ത് വെക്കാറുണ്ട്, അല്ലേ? ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ നടത്തുകയാണ്. അതിലൂടെ നമ്മളെ ആരാക്കി മാറ്റാനാണ്? ഹ്യൂമൻ ബീയിങ് ആയിട്ടിരുന്ന നമ്മളെ ഹ്യൂമൻ റിസോഴ്സാക്കി മാറ്റാനാണ്. ഹെൽത്തി പേഴ്സണ് മാത്രമേ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഹെൽത്തി പേഴ്സണാക്കി മാറ്റാൻ നമ്മൾ ജനിക്കുമ്പോൾ തന്നെ അറ്റ് ബർത്ത് അവിടെ വെച്ച് തന്നെ നമുക്കറിയാം ഒരു പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാറുണ്ട്, അല്ലേ? രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മെഡിസിൻസ് നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ നമ്മുടെ ഗുഡ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പേരൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു എമൗണ്ടാണ്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഹ്യൂമൻ ബീയിങ്സിനെ ഹ്യൂമൻ റിസോഴ്സാക്കി മാറ്റാനാണ്. പിന്നെ നമ്മൾ എഴുതാൻ തുടങ്ങുമ്പോൾ, വായിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് മറ്റൊരു എമൗണ്ട് മാറ്റി വയ്ക്കുകയാണ്. നല്ല സ്കൂളുകൾ നോക്കി, അല്ലെങ്കിൽ നല്ല ട്യൂഷൻ സെൻ്ററുകൾ നോക്കി, അല്ലെങ്കിൽ മറ്റു പല നല്ല ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നോക്കി നമ്മൾ അവിടെ കൊണ്ട് ആക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെയും ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊക്കെ തീർച്ചയായും ഇപ്പോൾ ആരാണ്? ഹ്യൂമൻ റിസോഴ്സാണ്. കാരണം നമ്മുടെ ഹെൽത്ത് ഗുഡാണ്, നമുക്ക് എഡ്യൂക്കേഷൻ ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ല, ഹ്യൂമൻ റിസോഴ്സാണ്. ഹ്യൂമൻ ബീയിങ്സ് വെൻ they are given education, training and provide good health, human beings become a human resource. Okay, എപ്പോഴാണ് ഒരു ഹ്യൂമൻ ബീയിങ്സ് ഹ്യൂമൻ റിസോഴ്സ് ആയിട്ട് മാറുന്നത്?
എപ്പോഴാണ് ഒരു മനുഷ്യൻ മാനുഷിക വിഭവമായിട്ട് മാറുന്നതെന്ന് ചോദിച്ചാൽ, എപ്പോഴാണോ ആ മനുഷ്യന് വിദ്യാഭ്യാസവും ആരോഗ്യവും പരിശീലനവും ഒക്കെ കിട്ടുന്നത്, അപ്പോഴാണ് ഒരു മനുഷ്യൻ ആരായിട്ട് മാറുന്നത്? ഹ്യൂമൻ റിസോഴ്സായിട്ട് മാറുന്നത്, മാനുഷിക വിഭവമായിട്ട് മാറുന്നത്. ഹ്യൂമൻ റിസോഴ്സിനെയാണ് സമൂഹത്തിന് ആവശ്യം, ഹ്യൂമൻ റിസോഴ്സിനെയാണ് രാജ്യത്തിന് ആവശ്യം. ബിക്കോസ് ഹീസ് പ്രൊഡക്റ്റീവ്, അവന് മാത്രമേ ഉൽപാദനക്ഷമത ഉണ്ടാവുകയുള്ളൂ. അതെന്താണെന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇപ്പോൾ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ പഠിച്ചു. നമ്മൾ ആരാണ്? വി ആർ ഹ്യൂമൻ റിസോഴ്സസ് ആൻഡ് നോട്ട് എ ഹ്യൂമൻ ബീങ്സ്. കാരണം നമുക്ക് ഈവൻ ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പോലും, പരിശീലനങ്ങൾ പല മേഖലയിലും കിട്ടിയില്ലെങ്കിൽ പോലും നമ്മൾ ഹ്യൂമൻ റിസോഴ്സാണ്. എന്തുകൊണ്ടാണ്? എഡ്യൂക്കേഷനും ഉണ്ട്, ഹെൽത്തും ഉണ്ട്, ആരോഗ്യവുമുണ്ട്, വിദ്യാഭ്യാസവുമുണ്ട്, അല്ലേ? അത് നമുക്ക് ബർത്ത് തൊട്ടേ നമ്മുടെ പേരൻസ് നമുക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആര് മാത്രമല്ല, ഹ്യൂമൻ ബീങ്സ് മാത്രമല്ല, ഹ്യൂമൻ റിസോഴ്സസ് കൂടെയാണ്. അപ്പോൾ നമ്മൾ ഇനി ചോദിച്ചാൽ ആരാണ്? ഹ്യൂമൻ റിസോഴ്സസ് ആണ്, മാനുഷിക വിഭവങ്ങളാണ്. നമുക്കേ നമ്മുടെ രാജ്യത്തിനും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനും എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റൂ. ഒരു ഹ്യൂമൻ ബീയിങ്സിനും രാജ്യത്തിനൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഒരു ഹ്യൂമൻ റിസോഴ്സിന് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട്, സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂഷൻ നടത്താൻ സാധിക്കും. അവന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സ് അല്ല. ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷൻ ഇല്ല, അല്ലെങ്കിൽ ഇൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യമില്ല, അവനെ ഒരു സമൂഹത്തിനോ രാജ്യത്തിനോ ആവശ്യമില്ല. കാരണം ഹി ഓർ ഷീ ഈസ് നോട്ട് പ്രൊഡക്റ്റീവ്, അവന് ഉൽപാദനക്ഷമതയില്ല. ഓക്കെ, അത് ഏത് സെക്ടറിൽ എടുത്ത് നോക്കിയാലും, ഒരു ഫാർമേഴ്സിൻ്റെ അഗ്രികൾച്ചർ സെക്ടർ എടുത്ത് നോക്കിയാലും, ഒരു ഇൻഡസ്ട്രിയൽ സെക്ടർ എടുത്ത് നോക്കിയാലും, ഒരു സർവീസ് സെക്ടർ എടുത്ത് നോക്കിയാലും, ദാറ്റ് ഈസ് ഒരു കാർഷിക മേഖല എടുത്താലും, ഒരു വ്യാവസായിക മേഖല എടുത്താലും, ഒരു സേവന മേഖല എടുത്താലും, അവന് ആ മേഖലയിൽ വർക്ക് ചെയ്യാൻ എഡ്യൂക്കേഷനോ വേണ്ടത്ര ആരോഗ്യമോ ഇല്ല എങ്കിൽ അവനെ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതുകൊണ്ടാണ് ഹ്യൂമൻ റിസോഴ്സാണ് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ട ഏറ്റവും അടിസ്ഥാനമെന്ന് പറയാൻ കാരണം. അപ്പോൾ നമ്മൾ ഒരു കാര്യം പഠിച്ചു, വി ആർ നോട്ട് എ ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ വി ആർ ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ഇനി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ ഒരു പിക്ചറിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഈ ചാപ്റ്റർ തന്നെ, അതായത് 3rd ചാപ്റ്റർ തന്നെ ആരംഭിക്കുന്നത്. പലതരത്തിലുള്ള പ്രൊഫഷൻസും എംപ്ലോയ്മെൻറ്റും ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ 1 2 3 4 5 6 ആക്ടിവിറ്റീസുകൾ അല്ലെങ്കിൽ 6 തരം പ്രൊഫഷൻസും എംപ്ലോയ്മെൻറ്റുമാണ് നിങ്ങൾ ആദ്യം പരിചയപ്പെടുത്തിയിരിക്കുന്നത്. നോക്കുക, അത് വ്യക്തമായിട്ട് നോക്കുക. ഒന്നാമത്തത്, ഒരു ടീച്ചർ നിന്ന് കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുക. ഓക്കെ, ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊടുക്കുക. രണ്ടാമത്തെ പിക്ചറിൽ ഒരു ട്രാഫിക് പോലീസിൽ നിന്ന് ഗതാഗതം നിയന്ത്രിക്കുകയാണ് അവിടെ. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നു? വെഹിക്കിളിനെയൊക്കെ നിയന്ത്രിച്ച് ഗതാഗത തടസ്സമൊക്കെ ഒഴിവാക്കുകയാണ് അവിടെ ട്രാഫിക് പോലീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തത് സയൻറ്റിസ്റ്റ് ആണ്. സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നു, അല്ലെ? രാജ്യത്തിന് ഇന്നൊവേറ്റീവായിട്ടുള്ള ടെക്നോളജി പരമായിട്ടുള്ള ഒരുപാട് ഇന്നൊവേഷനുകൾ കണ്ടെത്തുന്നു. നാലാമത്തത് ഡോക്ടേഴ്സാണ്. ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നു? ടു സെർവ് പേഷ്യൻ്റ്, അല്ലെ? രോഗികളെ ശുശ്രൂഷിക്കുന്നു. ദെൻ ഫാർമേഴ്സാണ്. എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, കാർഷിക വിഭവങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ദെൻ അടുത്തത് ഒരു കൺസ്ട്രക്ടറാണ്, അല്ലേ? ഒരു കൺസ്ട്രക്ടർ എന്ത് കൺസ്ട്രക്ട് ചെയ്യുന്നു? ബിൽഡിംഗ് ചെയ്യുന്നു. എന്തൊക്കെ ആവാം, എന്ത് വേണോ ആവാം. ഒരു ഫാക്ടറി ആവാം, ഇൻഡസ്ട്രി ആവാം, ദെൻ വീടാവാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന 6 തരത്തിലുള്ള ആക്ടിവിറ്റീസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുക, ഇതിൻ്റെ എൻ്റെ റിസൾട്ട് എന്ന് പറയുക ഒന്നേ ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ സർവീസ് ആയിരിക്കും. ഈ പറഞ്ഞ 6 ആക്ടിവിറ്റിയിലൂടെയും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വ്യക്തി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒന്നേ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആവാം. ഒന്നേ ഗുഡ്സ് ആവാം, അല്ലെങ്കിൽ സർവീസസ് ആവാം. ഓക്കെ ആണോ? ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞ വ്യക്തികൾ
പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നിട്ടുണ്ട്, ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ആരാണ്? ഇൻസ്ട്രക്ടറാണ്. ടാക്സി ഡ്രൈവർ അല്ലെങ്കിൽ ഇൻസ്ട്രക്ടറാണ്. ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാഫിക് റൂൾസൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന, നിയന്ത്രിക്കുന്ന ഇൻസ്ട്രക്ടറാണ് ഒന്നാമത്തത്. അദ്ദേഹം എന്താ ചെയ്യുന്നത്? അറേഞ്ചസ് ട്രാൻസ്പോർട്ടേഷൻ. അദ്ദേഹം എന്ത് ചെയ്യുന്നു? ആ ട്രാൻസ്പോർട്ടേഷനെ അറേഞ്ച് ചെയ്യുന്നു, ഗതാഗതത്തെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഗതാഗത തടസ്സം ഉണ്ടാവാൻ മിനിറ്റുകൾ മതി. എന്നാൽ അത്തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകാതിരിക്കാൻ ഈ ഒരു ഇൻസ്ട്രക്ടർക്ക്, നമുക്കറിയാം, ട്രാഫിക് പോലീസിന് കഴിയുമെന്നുള്ളത് വാസ്തവമാണ്. നമുക്കറിയാം, സിറ്റിയിൽ പോയാലും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ അടുത്തുള്ള നെയ്യാറ്റിൻകര പോയാൽ തന്നെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും, ഒരു ട്രാഫിക് പോലീസ് ഇല്ല എങ്കിൽ അതിൻ്റേതായിട്ടുള്ള വീഴ്ചകളും പാളിച്ചകളും നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നത് നമുക്ക് വലിയൊരു കാര്യമായിട്ട് തന്നെ കരുതാൻ പറ്റും. സോ ട്രാഫിക് പോലീസ് എന്ത് ചെയ്യുന്നു? അറേഞ്ച് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതം അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ. രണ്ടാമത്തത് ഫാർമർ അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രൊഡ്യൂസസ് അഗ്രികൾച്ചറൽ ക്രോപ്സ്. ഓക്കെ, കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നു, അതാണ് ഫാർമർ ചെയ്യുന്നത്. ഇനി നമുക്ക് ആദ്യം നോക്കാം, ടീച്ചർ എന്ത് ചെയ്യുന്നു? ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. എന്ത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു? എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നു. അടുത്തതാരാ? സയന്റിസ്റ്റ്. ടു ഫൈൻഡ് ഇന്നോവേറ്റീവ് ഐഡിയാസ്. എന്ത് കണ്ടുപിടിക്കുന്നു? പുതിയ പുതിയ ആശയങ്ങളും കാര്യങ്ങളും രാജ്യത്തിന് വേണ്ടി കണ്ടുപിടിക്കുന്നു, അതാണ് സയന്റിസ്റ്റ് ചെയ്യുന്നത്. അടുത്തതാരാ? ഡോക്ടർ ആരെ ട്രീറ്റ് ചെയ്യുന്നു? പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നു, സെർവ് ചെയ്യുന്നു. ഓക്കെ, അതാണ് നമ്മുടെ ഡോക്ടർ ചെയ്യുന്നത്. ദെൻ ഒരു കൺസ്ട്രക്ടർ, ടു ബിൽഡ് ഹൗസ്, ഫാക്ടറി, ഇൻഡസ്ട്രീസ് എക്സെട്ര. കണ്ടോ? അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലൂടെ ഉണ്ടായ ഗുഡ്സിനെയും സർവീസിനെയുമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു സർവീസാണ്. ഓക്കെ. ദെൻ ട്രാഫിക് പോലീസ് ചെയ്യുന്നത് ഒരു സർവീസാണ്. ദെൻ സയൻറ്റിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്സ് ആവാം, അത് ഭാവിയിൽ സർവീസായിട്ട് മാറുന്നു. ദെൻ ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു സാമൂഹ്യ സേവനമാണ്, സർവീസാണ്. ദെൻ അടുത്ത് ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്സാണ്. ദെൻ ഒരു കൺസ്ട്രക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗുഡ്സാണ്. ഓക്കെ, വീടെന്ന് പറയുന്നത് ഒരു ഗുഡ്സാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ആക്ടിവിറ്റികളിലൂടെ പ്രൊഡ്യൂസ് ചെയ്ത ഗുഡ്സും സർവീസിനെയും നമ്മൾ പരിചയപ്പെട്ടു. ആരൊക്കെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നും പരിചയപ്പെട്ടു അല്ലേ? ഒന്നാമത്തത് ആരാണ്? ഇൻസ്ട്രക്ടറാണ്, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഗതാഗതം നിയന്ത്രിക്കുന്ന ആളാണ്. ഓക്കെ, ട്രാഫിക് പോലീസ് എന്ന് പറയാം. അയാൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്യുന്നു. രണ്ട്, ഫാർമർ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ നടത്തുന്നു. അയാളുടെ ജോലി എന്ന് പറയുന്നത് കാർഷിക വിളകൾ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ്. ദെൻ അടുത്ത നമ്മൾ പഠിച്ചു ടീച്ചർ എന്ന് എഴുതുക. അടുത്ത വ്യക്തി എന്ന് പറയുക ടീച്ചറാണ്. ടീച്ചർ എന്ത് ചെയ്യുന്നു? ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ. കുട്ടികൾക്ക് എന്ത് പ്രൊവൈഡ് ചെയ്തു? എന്ത് പകർന്നു കൊടുക്കുന്നു? അറിവ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ പകർന്നു കൊടുക്കുന്നു, വിദ്യാഭ്യാസം പകർന്നു കൊടുക്കുന്നു. അടുത്തത് സയൻറ്റിസ്റ്റ്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നു. ഇതിനടുത്തത് ഡോക്ടർ, രോഗികളെ ശുശ്രൂഷിക്കുന്നു. ഇതിനടുത്തത് കൺസ്ട്രക്ടർ, പുതിയ പുതിയ ഫാക്ടറികളും ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ ബിൽഡ് ചെയ്യുന്നു. ഇതാണ് വ്യക്തികളും അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് പിക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. അത് വ്യക്തമായിട്ടൊന്ന് പിക്ചർ ശ്രദ്ധിക്കുക. ദെൻ അത് ഏതൊക്കെ വ്യക്തികളെന്ന് മനസ്സിലാക്കുക, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും എന്തൊക്കെയെന്ന് മനസ്സിലാക്കുക. അതാണ് ഫസ്റ്റ് കോളത്തിൽ എന്ത് ചെയ്യുക, ഡിസ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. രണ്ട് കാര്യങ്ങൾ മാത്രമേ ഡിസ്കസ് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് ആണോ ഹ്യൂമൻ ബീയിങ്സ് ആണോ എന്നാണ് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു. ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വെൻ ദേ ആർ ഗിവൺ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഹ്യൂമൻ ബീയിങ്സ് ബിക്കം എ ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, അത് നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചതാണ്. അതുകൊണ്ട് നമ്മൾ ആരല്ല, നോട്ട് ഓൺലി ഹ്യൂമൻ ബീയിങ്സ് ബട്ട് ഓൾസോ ഹ്യൂമൻ റിസോഴ്സസ്. ഓക്കെ, ദെൻ അടുത്ത് ഡിസ്കസ് ചെയ്തത് ഡിഫറെൻറ്റ് ഹ്യൂമൻ റിസോഴ്സസും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസുമാണ് ഡിസ്കസ് ചെയ്തത്. ഈ രണ്ട് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇത്രയും വ്യക്തമായിട്ട് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.